നമസ്കാരം, നൗഷറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കാട് തൊഴിലാളി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ, തൊഴിലാളിമുക്ക് പൗരാവലി തൊട്ടടുത്തായിട്ടൊരു ജ്യൂസ് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല കേട്ടോ. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് ഷോപ്പിൽ വിൽക്കുന്ന ഓരോ പൈസയിൽ നിന്നും ഒരു നിശ്ചിത പൈസ നമ്മുടെ രോഗങ്ങൾ കൊണ്ടൊക്കെ വലയുന്ന രോഗികൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് എന്തായാലും സമയം കണ്ട നമുക്ക് ഈ ഒരു ജ്യൂസ് വേൾഡിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു ക്രൗഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഷോപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ പുറകിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സംരംഭത്തോട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ നജീബ് ഇല്ലേ, സാമൂഹ്യ പ്രവർത്തന നജീബ്, അതേപോലെ മനാഫ് തുപ്പാശ്ശേരിൽ, പിന്നെ നമ്മുടെ സ്നേഹനിലയത്തിലെ അച്ഛനും തന്നെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും തൊഴിലാളിമുക്ക് പൗരാവലി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെയും നോവിൻ്റെ ഇടങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് പെട്ടെന്ന് ഉടനടി പരിഹാരം കാണുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ സജീവ പ്രവർത്തകരായ 2 പേർ ചേർന്നിട്ടാണ് ഇപ്പോൾ അത് തുടങ്ങിയിട്ടുള്ളത്. ജ്യൂസി ഹബ് എന്ന സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല ശതമാനവും ലാഭത്തിൻ്റെ നല്ലൊരു ശതമാനവും നാട്ടിലെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും കടമയാണ്. വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ കടമയാണ്. വളരെ സന്തോഷമുള്ള ഒരു പ്രഭാതമായിരുന്നു ഇന്നത്തേത്. കാരണം ഈ തൊഴിലാളിമുക്ക് പൗരാവലിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ജ്യൂസി ഹബ്. അപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും ഇതൊരു ഭക്ഷണശാലയാണ് എന്നുള്ളതായിരിക്കും പെട്ടെന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് ഞാൻ ഒരിക്കലും പോവാൻ താല്പര്യപ്പെടാറില്ല. പക്ഷെ ഇതിന് ഞാൻ വന്നത് എൻ്റെ പ്രിയ സ്നേഹിതൻ മനാഫ് തുപ്പാശ്ശേരി അവറുകൾ ഹൃദ്യമായി ക്ഷണിച്ചതുകൊണ്ടാണ്. അപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് ഒരു നന്മയുടെ അംശമില്ലാതെ അദ്ദേഹം എന്നെ ക്ഷണിക്കുകയില്ല. ഇവിടെ വന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പൗരാവലി, ഈ പ്രസ്ഥാനം ഇവിടെ ഈ ദേശത്തിലെ അനേകർക്ക് ഒരുപാട് സംരംഭങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. 10 വർഷം കൊണ്ട് തന്നെ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് അല്ലേ. അപ്പോൾ അതിന് ഒരു കേന്ദ്രം ഉണ്ടാകുക, അതിനൊരു മൂലധനം ഉണ്ടാക്കുക, അതിലൂടെ കിട്ടുന്ന ലാഭവിഹിതം പാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള നാടിൻ്റെ നന്മയെ കരുതി തുടങ്ങിയ ഒരു സംരംഭം ഏറ്റവും അഭിനന്ദനാർഹമാണ്. നീറുന്ന ജീവിതങ്ങളിലേക്ക് ഒരു നുള്ളു വെളിച്ചം കൊടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനമാണ് കേട്ടോ. എനിക്കൊന്ന് ഒട്ടുമിക്ക ചാനലിലും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് കേട്ടോ ഈ ഒരു ഇല്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പൗരാവലി, ഈ ഒരു ജ്യൂസി ഹബിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കിന്നത്തെ എടുത്ത് പറയേണ്ട വേറൊന്നുമല്ല. ഞാനിപ്പോൾ ഇവിടെ വന്നൊരു ജ്യൂസ് കുടിക്കുക 50 രൂപ വിലയാണെന്നുണ്ടെങ്കിൽ ലാഭം എന്ന് പറഞ്ഞാൽ ഒരു മുതൽ മുടക്കൊരു 45 രൂപ വീഴുവാണെങ്കിൽ 4 രൂപ അതിൻ്റെ പാവപ്പെട്ട രോഗികൾക്ക് ചെല്ലുന്നു. എന്നെ അതിൽ വിളിച്ചിട്ടപ്പം മനാഫ്ക ഹൃദയത്തോടെ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വേദിയിലൊക്കെ വിളിക്കുന്ന പറയുമ്പോൾ ഇത് ഭയങ്കര എനിക്ക് സന്തോഷമായി. കാരണം തീർച്ചയായിട്ടും കാര്യം വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഓരോ ആൾക്കാരെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. എൻ്റെ കൈ കൊണ്ട് വേറെ കൊടുക്കുകയില്ല. അതാണ് ഇവിടെ വന്ന് ചേരുന്നു. ഇതിനകത്ത് പണം വന്ന് വീട്ടിലേക്ക് എങ്ങനെ കൊടുക്കും? അതാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കുക ഈ ഒരു പ്രസ്ഥാനമായിട്ട്. അപ്പോൾ കേട്ടല്ലോ, അപ്പോൾ നാടിന് നന്മ ഉദ്ദേശമാണ് നമ്മുടെ ഒരു ജ്യൂസി ഹബ്ബ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മുടെ തൊഴിലാളി മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ ആൾക്കാരും ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കാൻ നമ്മുടെ നാടൊന്നാകെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ജ്യൂസി ഹബ്ബിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അവിടെ ഇവർക്ക് കിട്ടുന്ന 1 രൂപയാണെങ്കിലും അതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം പൈസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ജ്യൂസി ഹബ്ബിൻ്റെ പ്രത്യേകത. അതിന് പേര് തന്നെ നിങ്ങളെല്ലാ ആൾക്കാരും ഈ ഒരു ഷോപ്പുമായിട്ട് സഹകരിക്കുക, നല്ല രീതിയിലുള്ള ബിസിനസ് കൊടുക്കുക. കാര്യം സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.